الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് സൂറത്ത് യൂനുസിലെ 59-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون. കഴിഞ്ഞ രണ്ട് സൂക്തവും കൂട്ടി ഞാനൊന്ന് അർത്ഥം പറയാം. 57, 58, 59 അർത്ഥം പറയുന്നത്. യാ അയ്യുഹന്നാസു, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുക്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നു, മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശം, വശിഫാഉൽ ലിമാ ഫി സുദൂർ, മനോദോഷങ്ങൾക്കുള്ള രോഗശാന്തിയും, വഹുദൻ, വഴികാട്ടിയും, വറഹ്മത്തുൻ, കാരുണ്യവും, ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. ഖുൽ നബി, അങ്ങ് പറയുക, ബി ഫളില്ലാഹി വബി റഹ്മത്തിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. ഫബിദാലിക, ആയതിനാൽ അതുകൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിക്കുന്നതിനേക്കാൾ, അവർ ശേഖരിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമം ഈ ഖുർആൻ സ്വീകരിക്കുക എന്നുള്ളതാണ്, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഖുൽ നബി, അങ്ങ് ചോദിച്ചു നോക്കുക, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള വിഭവങ്ങളെ സംബന്ധിച്ച്, ഫജഅൽതും മിൻഹു, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നുണ്ടാക്കുന്നു, ഹറാമൻ, ഹറാം, വ ഹലാലൻ, ഹലാലിനെയും, നിങ്ങൾ തന്നിഷ്ടപ്രകാരം ഹലാൽ ഹറാമുകൾ ഉണ്ടാക്കുന്നു. ഖുൽ, ഇനി അവരോട് ചോദിക്കണം, അല്ലാഹു അദിന ലക്കും, അല്ലാഹു എന്നുള്ളത് കൂട്ടിയോദനാണ്, അല്ലാഹു, അല്ലാഹു ആണോ നിങ്ങൾക്ക് സമ്മതം തന്നത്, അദിന ലക്കും, നിങ്ങൾക്ക് ഇതിന് നൽകിയത്, അം, അതോ അലല്ലാഹി തഫ്തറൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയാണോ. ഒന്നുകൂടെ അർത്ഥം പറയാം. 59-ാമത്തെ ആയത്ത് മാത്രം അർത്ഥം ആവർത്തിച്ചാൽ മതിയാവുമല്ലോ, മറ്റേ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഖുൽ നബിയെ, അങ്ങ് ചോദിക്കുക, അറഅയ്തും, അറഅയ്തും വാക്കിനർത്ഥം എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോന്നല്ല, അകക്കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോന്ന, അഥവാ ചിന്തിച്ചിട്ടുണ്ടോ. അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളെ സംബന്ധിച്ച്, ഫജഅൽതും മിൻഹു ഹറാമൻ വ ഹലാലൻ, എന്നിട്ട് നിങ്ങൾ ഹലാൽ ഹറാമുകൾ ഉണ്ടാക്കുന്നു. ഖുൽ നബി, അങ്ങ് അവരോട് ചോദിക്കുക, അല്ലാഹു അദിന ലക്കും, അല്ലാഹു ആണോ നിങ്ങൾക്ക് അതിന് അനുമതി നൽകിയത്, അം അലല്ലാഹി തഫ്തറൂൻ, അതോ നിങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ കളവ് പറയുകയാണോ, കളവ് ആരോപിക്കുകയാണോ. നമ്മൾ ഇന്നലെ അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ശിഫയും ഉപദേശവും ഹുദയും റഹ്മത്തും സന്മാർഗവും കാരുണ്യവുമാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കി. ഈ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമായി ഭൗതിക ലോകത്ത് മറ്റൊരു വിഭവവുമില്ല മനുഷ്യന് എന്നും നമ്മൾ 58-ാമത്തെ ആയത്തിൽ പഠിച്ചു. ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമായി മറ്റൊരു വിഭവവുമില്ല. അങ്ങനെ ആർക്കെങ്കിലും നൽകപ്പെട്ടതായി നമ്മൾ കണ്ടാൽ അതിനെ അവഗണിക്കണം. അത് വലിയൊരു സംഭവമായിട്ട് കാണുകയേ വേണ്ട. ദുനിയാവിൽ അധികാരം നൽകപ്പെട്ടവരുണ്ട്, സമ്പത്ത് നൽകപ്പെട്ടവരുണ്ട്, സ്വാധീനം നൽകപ്പെട്ടവരുണ്ട്, സൗന്ദര്യം നൽകപ്പെട്ടവരുണ്ട്, ജീവിതത്തിലെ എല്ലാവിധ ആഡംബരങ്ങളും നൽകപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ മതിമറന്ന് ആഹ്ലാദിച്ചു ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഒരു വിശ്വാസിയുടെ കണ്ണഞ്ചിപ്പിച്ചുകൂടാ.
ഒരു വിശ്വാസിയുടെ മനസ്സിനെ ഖുർആനിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന് കാരണമായിക്കൂടാ. കാരണം ഹുവ അത് ഏത് ഖുർആൻ ഖൈറും മിമ്മ യജ്മഊൻ, ആളുകൾ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതെല്ലാം സ്വീകരിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നുവോ അതിനേക്കാളൊക്കെ ഉത്തമമായതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ഈ മൗഇദത്ത്, ഈ ഹുദ, ഈ ഷിഫ, ഈ റഹ്മത്ത്. നമ്മൾ ഇന്നലെ അത് മനസ്സിലാക്കി. ഇത് സംബന്ധമായി സൂറത്തു ഇസ്രായിൽ 82-ാമത്തെ ആയത്ത്. സൂറത്ത് ഇസ്രായിൽ എന്ന് പറഞ്ഞാൽ അൽ കഹ്ഫിലെ തൊട്ട് മുമ്പുള്ള 17-ാമത്തെ, അതിൽ 82-ാമത്തെ സൂക്തം ഒന്ന് നോക്കുക. 82-ാമത്തെ സൂക്തം എന്ന് പറയുമ്പോൾ 290-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? വനുനസ്സിലു മിനൽ ഖുർആൻ, നാം ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നു, മാ ഒരു കാര്യം, ഹുവ അത് ഷിഫാഉൻ ഷിഫയാണ്, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഷിഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ശമനം, ശാന്തി. എന്തിനാണത് ശമനം, ശാന്തി? മനുഷ്യനിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങൾക്കും ദൂഷ്യങ്ങൾക്കും. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കത് കാരുണ്യമാണ്. വിശ്വാസികൾ ആ കാര്യം ഖുർആൻ ഉൾക്കൊണ്ടാൽ അത് അവർക്ക് കാരുണ്യമായിട്ട് അവർക്ക് അനുഭവപ്പെടും. വലാ യസീദുൽ ആലിമീന ഇല്ലാ ഖസാറ, അക്രമികൾക്ക് നഷ്ടം മാത്രമേ വർദ്ധിക്കുള്ളൂ, നഷ്ടമല്ലാതെ വർദ്ധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഖുർആൻ സ്വീകരിക്കാൻ സന്നദ്ധരാകാതെ, ഖുർആൻ കേട്ടാൽ എല്ലാവരും സ്വീകരിച്ചോളണമെന്നില്ല. ഖുർആനിലെ ഓരോ സൂക്തങ്ങളും കേട്ടിട്ട് കണ്ടോ ഇതാണ് പെങ്ങളെ ഖുർആൻ, ഇതൊക്കെ ഈ കാലത്ത് പറ്റുമോ? അതിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അതിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ വലാ യസീദുൽ ആലിമീന ഇല്ലാ ഖസറ, അക്രമികൾക്ക് അന്യായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് നാശമല്ലാതെ നഷ്ടമല്ലാതെ ഈ ഖുർആൻ വർദ്ധിക്കുകയുമില്ല. അപ്പോൾ എല്ലാവർക്കും ഖുർആൻ കേട്ടാൽ ഒരുപോലെ ഹിദായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. പലർക്കും ലലാലത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നതും ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനോട് വെറുപ്പ് കാണിക്കുന്നവരായി. അത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് സൂറത്തു ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. ഇന്നിപ്പോൾ അവിടെ അള്ളാഹ് പറയണത്, കുൽ നബി അങ്ങ് അവരോട് ചോദിച്ചു നോക്കണം. റഅയ്തും, റഅന കണ്ടു എന്നാണ് വാക്കിനർത്ഥം. ഇവിടെ റഅയ്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ല അത്. റഅയ്തും പലപ്പോഴും ഖുർആൻ ഇത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു കാര്യത്തെ സംബന്ധിച്ച്? അൻസലല്ലാഹു ലക്കും, അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട്, മിർ റിസ്ഖിൻ, റിസ്ഖിൽ നിന്ന്, വിഭവത്തിൽ നിന്ന്. എന്താണ് ഈ വിഭവം? റിസ്ഖ് പറഞ്ഞാൽ അന്നം മാത്രമല്ല, തിന്നുന്ന സാധനം മാത്രമല്ല. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ റിസ്ഖാണ്. റിസ്ഖ് പറഞ്ഞാൽ എന്താ? വിഭവമാണ്. അത് നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കാനും ഉള്ളതാണ്. അതിൽ നമ്മളെ ഭക്ഷണം പെടും, നമ്മുടെ വസ്ത്രം പെടും, നമ്മളെ മക്കൾ പെടും, അല്ലേ? നമ്മൾ സത്യാസത്യ വിവേചനത്തെ നമ്മൾ പറയല്ലേ, അല്ലാഹു അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅഹു. വർസുഖ്നത്തി, അവിടെ റിസ്ക് പറഞ്ഞാൽ എന്താ? സന്മാർഗത്തെ, നേർമാർഗത്തെ, വിശ്വാസത്തെ പിൻപറ്റാനുള്ളതാണ് അവിടെ റിസ്ക്. പിൻപറ്റുക എന്നുള്ള ആ റിസ്ക് അതൊരു അനുഗ്രഹമാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കും അവർ. അവിടെ സമ്പത്ത് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം മാത്രമല്ലല്ലോ ചിലവാക്കുക. നമുക്ക് കിട്ടിയ ആരോഗ്യം ചിലവാക്കണ്ടേ? അള്ളാഹിൻ്റെ മാർഗത്തിൽ നമുക്ക് എന്തെല്ലാം കഴിവുകളല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകൾ, അതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നാണ് റിസ്ക് എന്ന്. ഭക്ഷണത്തിന് ഉപയോഗിക്കൂലേ? ഭക്ഷണം എന്നതിനും ഉപയോഗിക്കും. പക്ഷേ റിസ്ക് എന്നതിൻ്റെ വ്യാപകമായ, വിപുലമായ, വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടില്ല, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന വിഭവങ്ങൾ അതെന്തൊക്കെയാണോ അത്? ഫജഅൽതും മിൻഹു ഹറാമൻ വ ഹലാലൻ, എന്നിട്ട് പിന്നെ നിങ്ങൾ അതിൽ നിങ്ങളെ വക ഹലാലും ഹറാമും ഉണ്ടാക്കുക. അത് പാടില്ലല്ലോ. അള്ളാഹുവാണ് പരമാധികാരി. ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം അത് അള്ളാഹുവിനെ മാത്രമാണ്. മറ്റാർക്കും അള്ളാഹു വെച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിലും അത് ഹലാലാണോ ഹറാമാണോ, അത് ഭക്ഷണത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മുടെ ഇടപാടുകൾ ഇത് ശരിയാണോ ശരിയല്ല, സാമ്പത്തിക ഇടപാടുകൾ, ഇതിലൊക്കെ ഹറാമ് ഹലാൽ. അപ്പോൾ വ്യക്തമായി നമുക്ക്
ഹറാമാണെന്ന് ബോധ്യമുള്ള കാര്യത്തിലേക്ക് നമ്മൾ അടുക്കാൻ പാടില്ല. ഹലാലാണെങ്കിൽ അത് സ്വീകരിക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനൊരു ഉദാഹരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സൂറത്ത് മാഇദയിലെ 103-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചൊരു സംഗതി ഉണ്ടല്ലോ. 103-ാമത്തെ ആയത്തിൽ മാഇദയിൽ ഭക്ഷണകാര്യം ഒരുപാട് വിശദീകരിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നടത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമായിട്ട് അല്ലാഹു തആല ഉണർത്തിയിട്ടുണ്ട്. അതിൽ 103-ാമത്തെ ആയത്തിൽ 4 തരം ഒട്ടകങ്ങളെ അറബികൾ അവരുടെ പുരോഹിതന്മാരുടെ പണ്ഡിതന്മാരുടെ ഇഷ്ടപ്രകാരം ഹറാമാക്കിയത് പറയുന്നുണ്ട്. 124-ാമത്തെ പേജിൻ്റെ അവസാനത്തെ ആയത്താണത്. അള്ളാഹ് നിശ്ചയിച്ചതല്ല, അത് അവർ സ്വയം ചെയ്തതാണ്. അങ്ങനെ സ്വയം ഹറാമുണ്ടാക്കാൻ അവർക്ക് അവകാശമില്ല. പണ്ഡിതന്മാർക്കില്ല, മൗലവിമാർക്കില്ല, പുരോഹിതന്മാർക്കുമില്ല, നാട്ടുകാരണവന്മാർക്കുമില്ല. അള്ളാഹ് നിശ്ചയിച്ചതാണ് ഹലാൽ ഹറാമുകൾ. അത് അവനുള്ള അവകാശമാണ്, അവനുള്ള അധികാരമാണ്. ഇവിടെ എന്താ പറഞ്ഞത്? മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ, ഒരു ബഹീറയെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. എന്താണ് ഈ ബഹീറ പറഞ്ഞാൽ? ബഹീറ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം 10 എണ്ണം പെറ്റു. 10ാമത്തെ കുട്ടി ആണാണ്. 10ാമത്തെ കുട്ടിയാണ്. അതുവരെ ആണോ പെണ്ണോ ആയിക്കോട്ടെ, 10ാമത്തത് ആണാണോ, അതാണ് ബഹീറ. ആ ഒട്ടകത്തിനെ പിന്നെ അതിൻ്റെ പാല് കറക്കാൻ പാടില്ല, അതിനെ അറുത്ത് തിന്നാൻ പാടില്ല. അതിനെന്ത് വേണം? നമ്മളെ ഉള്ളാളത്തെ ആട് ചെയ്യണം, എന്നാൽ മാതിരി വിടണം. ഇഷ്ടമുള്ളടത്ത് കയറി മേഞ്ഞ് തിന്നാം. അതിനെ അറുത്താൽ ആർക്കാ തിന്നാൻ പറ്റുള്ളൂ? പുരോഹിതന്മാർക്ക് മാത്രം, നാട്ടുകാർക്ക് തിന്നാൻ പാടില്ല. എങ്ങനെയുണ്ട് ഹറാമിൻ്റെ രീതി? നമുക്ക് ഹലാല്, നിങ്ങൾക്കൊക്കെ ഹറാം. ഇങ്ങനെ വേറൊന്ന്, ഇത് അള്ളാഹ് നിശ്ചയിച്ചല്ല. അള്ളാഹ് അങ്ങനെ ഒരു നിയമമേ പാസ്സാക്കിയിട്ടില്ല, നിയമം നടപ്പാക്കിയിട്ട് പിന്നെ ആരുണ്ടാക്കി? പുരോഹിതൻ. അതിനാർക്കും അവകാശമില്ല. വല സായിബത്തിൻ, സായിബത്ത് എന്ന് പറഞ്ഞാൽ 10 പെൺകുട്ടികളെ പെറ്റൊട്ടകം. 10 പെൺകുട്ടികളെ പെറ്റൊട്ടകം. പെറ്റതൊക്കെ 10 പെൺകുട്ടികളാണ്. 11 12 വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൽ 10 പെണ്ണാണ്. അതാണ് എന്ത്? സായിബാണ്. അതിനെ പിന്നെ എന്താക്കണം? അങ്ങനെ വെച്ച ആ ഒട്ടകത്തിനെ പിന്നെ അതിൻ്റെ പാൽ കുടിക്കാൻ പാടില്ല, അതിൻ്റെ തോല് ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ എല്ല് ഉപയോഗിക്കാൻ പാടില്ല, മാംസം ഉപയോഗിക്കാൻ പാടില്ല. അതാർക്കുള്ളതാണ്? അത് നമുക്കുള്ളത്. ഇങ്ങനെ ചിലത് പറയും പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. വല വസൂല, പിന്നെ വസൂല. അങ്ങനെ നേർച്ച, ആ ഒട്ടകത്തിന് നേർച്ചയാക്കി കാത് കീറിയാൻ വിടുകയാണ്. കാത് കീറുന്ന എന്തിനാ? ഇത് ഇങ്ങനത്തെ ഒട്ടകമാണ്, ഇതിനെ ഉപദ്രവിക്കരുത്, എവിടെയും കയറി മേഞ്ഞോട്ടെ, എവിടെയും കയറി കിടന്നോട്ടെ, അതാണ് ഇങ്ങനെ. വല വസീല, വസീല എന്ന് പറഞ്ഞാൽ 5 പെറ്റത് അല്ലെങ്കിൽ 7 പെറ്റത്. 5 പെറ്റത് അല്ലെങ്കിൽ 7 പെറ്റത്. 5ാമത്തത് ആൺകുട്ടി ആവണം, അല്ലെങ്കിൽ 7ാമത്തെ ഒറ്റ 5ഓ 7ഓ പെറ്റുമെന്ന് വെക്കുക. ആ ഒട്ടകത്തിൻ്റെ 5ാമത്തെ കുട്ടി അല്ലെങ്കിൽ 7ാമത്തെ കുട്ടി ആണാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വസീല. അത് നേർച്ചയാക്കുക. അതിന് പിന്നെ ഉടമക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉടമക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരുടെ നിയമം? അള്ളാൻ്റെ നിയമമല്ല. അവരിലെ ഈ പ്രതിമകളുടെ പൂജാരിമാർ അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരുണ്ട്. വല ഹാമിൻ, ഹാമിൻ എന്ന് പറഞ്ഞ ഒട്ടകം 10 പെണ്ണൊട്ടകം ഗർഭിണിയാകാൻ കാരണമായ കൂറ്റനൊട്ടകം, ആണൊട്ടകം. 10 പെണ്ണൊട്ടകം ഗർഭിണിയാവാൻ കാരണമായ കൂറ്റനായ ഒട്ടകത്തിനാണ് ഹാമ് എന്ന് പറയും. അതിനും തിന്നാൻ പാടില്ല. അതിനും അതിനെ ഉടമക്ക് ഉപയോഗിക്കാൻ പാടില്ല, നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിനെ അലഞ്ഞ് തിരിഞ്ഞ് വിട്ടേക്കണം. അതിനെ ഇനി അഥവാ പിടികൂടുകയാണെങ്കിൽ അറക്കുകയാണെങ്കിൽ അത് ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഒരുപാടുണ്ട്. സൂറത്ത് അൻആമിൽ കുറേ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ജൂതന്മാർക്കും ഉണ്ടായിരുന്നു. അവരൊട്ടക മാംസം തിന്നില്ല, മുയലിൻ്റെ മാംസം തിന്നില്ല. ഇത് യാക്കൂബ് നബി അലൈഹി സ്വലാം തിന്നിട്ടില്ല, അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അത് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് തിന്നിട്ടില്ല. അത് അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല. മറ്റവർക്ക് തിന്നാം. ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല മാംസത്തിൻ്റെ ചിലർക്ക് ലിവർ പറ്റും, ചിലർക്ക് പറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ. ചിലർക്ക് മീൻ പറ്റും, ഇറച്ചി പറ്റൂല. ചിലർക്ക് പോത്തിറച്ചി പറ്റും, പിന്നെ ആടിറച്ചി പറ്റൂല, കോഴിയിറച്ചി പറ്റും, മറ്റേത് പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് ഹറാമല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പം ഇങ്ങനെ ഹലാൽ ഹറാമുകൾ ഭക്ഷണ കാര്യത്തിൽ ഇനി അല്ലാത്ത കാര്യത്തിലും അള്ളാഹ് നിശ്ചയിച്ച പരിധിക്കനുസരിച്ചല്ലാതെ അതിനപ്പുറം മനുഷ്യർ അള്ളാഹുവിൻ്റെ അധികാരം ഏറ്റെടുക്കരുത് എന്നാണ് ഇവിടെ ചോദിപ്പിക്കണം. ഒന്നുകൂടെ അർത്ഥം പറയാം. കുൽ അറഅയ്തും, നബിയെ അങ്ങ് അവരോട് ചോദിച്ചു നോക്കണം. അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ, അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്ന റിസ്ഖ് വിഭവങ്ങളിൽ നിന്ന് ഫജഅൽതും മിൻഹു ഹലാലൻ വ ഹറാമൻ, നിങ്ങൾ അതിൽ നിന്ന് ഹിതകരവും അഹിതകരവും അഥവാ അനുവദനീയവും നിഷിദ്ധവുമായതുണ്ടാക്കുകയാണോ? കുൽ, എന്നിട്ട് ചോദിക്കണം, അള്ളാഹു അതിനൊക്കെ നിങ്ങൾക്ക് അതിന് സമ്മതം തന്നിട്ടുണ്ടോ? അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ അള്ളാഹ് ഗബയ്യാണ്, ഹലാൽ ഹറാം തീരുമാനിക്കുക അള്ളാഹ് സമ്മതം ചെയ്തിട്ട് തന്നിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ചിന്തിച്ച് നോക്കുന്നില്ലേന്നാ. അഥവാ അവരങ്ങനെ അള്ളാഹ് തന്നതാണെന്നൊന്നും പറയില്ല, അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ്. അലല്ലാഹി തഫ്തറൂൻ, ഇഫ്തറാന കളവ് പറയുക എന്നാണല്ലോ, അല്ലെങ്കിൽ കൃത്രിമമായി ആരോപിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അലല്ലാഹി തഫ്തറൂൻ, അതല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കൃത്രിമമായി കളവ് ആരോപിച്ചിട്ട് ഇത് ദൈവത്തിൻ്റെ വിധിയാണ് എന്ന് പറയുന്നതാണോ? അവരെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ നിശ്ചയിച്ച ഹലാലിനെ ഹലാലായും അവൻ നിശ്ചയിച്ച ഹറാമിനെ ഹറാമായും ഉൾക്കൊള്ളുകൊണ്ട് ജീവിതത്തിൽ ആസകലം പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള സത്യാസത്യ വിവേചനം നമുക്ക് നൽകി നമ്മെ എല്ലാവരെയും അവൻ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.